പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂൺ 2026 ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലുള്ള ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ 3-4 ഘട്ടവും 5ാം ഘട്ടവും, അതായത് ക്യാൻസൽ ചെയ്തവർക്ക് പ്രത്യേക എക്സാമിനേഷൻ നടത്തും. ഇതിനെല്ലാം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്, ഡിഗ്രി മെയിൻസിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ആനുകാലിക വിവരങ്ങൾ. ആനുകാലിക വിവരങ്ങൾ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ അതിലെ അനുബന്ധ വസ്തുതകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ റഗ്ബി ടീമുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. ദേശീയ റഗ്ബി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ താരമാണ് ആതിര KP ആണ്. ദേശീയ റഗ്ബി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ താരം. എവിടെയാണ് ഈ റഗ്ബി രൂപം കൊണ്ട് അതറിയോ? 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ റഗ്ബി സ്കൂളിൽ നിന്നാണ് ഈ കളി രൂപം കൊള്ളുന്നത്. റഗ്ബി പ്രധാനമായിട്ടും 2 രൂപങ്ങളിലാണ് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത്. റഗ്ബി യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ റഗ്ബി ലീഗ് ഉണ്ട്, ഇനി അതുപോലെ റഗ്ബി സെവൻസും ഉണ്ട്. റഗ്ബി യൂണിയനിലെ 15 കളിക്കാർ വീതമുള്ള 2 ടീമുകൾ 80 മിനിറ്റാണ് മത്സരിക്കുന്നത്. എന്നാൽ റഗ്ബി ലീഗിൽ പോകുമ്പോൾ 13 കളിക്കാർ വീതമുള്ള 2 ടീമുകളാണ് പങ്കെടുക്കുന്നത്. റഗ്ബി സെവൻസ് ഉണ്ട്, 7 കളിക്കാർ മാത്രം വീതമുള്ള ചുരുങ്ങിയ ഫോർമാറ്റാണ് നമ്മുടെ ഒളിമ്പിക്സിലെ ഇനമായിട്ട് വരുന്ന റഗ്ബി സെവൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് റഗ്ബി വേൾഡ് കപ്പ് സംഘടിപ്പിക്കാറുണ്ട്. റഗ്ബി യൂണിയനിലെ ഏറ്റവും വലിയ ആഗോള ടൂർണമെന്റ് ആണ് റഗ്ബി വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകണം. വാട്സപ്പിന്റെ പുതിയ ആഗോള മേധാവിയായി, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയി നിയമിതനായ ഇന്ത്യക്കാരനാണ് കുനാൽ ഷാ. കുനാൽ ഷായെ വാട്സപ്പിന്റെ പുതിയ ആഗോള മേധാവിയായി, പുതിയ CEO ആയി നിയമിച്ചു. ആരാണ്? കുനാൽ ഷാ. 2026 ജൂണിലാണ് കുനാൽ ഷാ ചരിത്രപരമായ ഈ പദവിയിലേക്ക് നിയമിതനായത്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കണം, ഇതോടെ ഇന്ത്യയിലെ തദ്ദേശീയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ നിന്ന് നേരിട്ട് ഒരു ആഗോള ടെക് ഫീമിന്റെ തലപ്പത്തേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ സ്ഥാപകരിൽ ഒരാളായി മാറിയ വ്യക്തിയാണ് കുനാൽ ഷാ. ഓക്കെ, അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ്, നമ്മൾ ലോക ബാങ്കിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ലോക ബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായതാണ് ആര്? നീൽകാന്ത് മിശ്രയാണ്. വേൾഡ് ബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് നീൽകാന്ത് മിശ്രയാണ്. എന്നാടെ ലോക ബാങ്ക് രൂപീകൃതമായി നിങ്ങൾക്കറിയാം. 1944 ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് രൂപീകൃതമായതാണ് ഇത് വേൾഡ് ബാങ്ക് അഥവാ ലോക ബാങ്ക് അല്ലെ. വാഷിംഗ്ടൺ DC, USA, അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആണ് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം. നിലവിലെ പ്രസിഡന്റ് ആരാ? എക്സാമിന് ചോദിക്കും. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ വ്യവസായിയാണ് വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ്. അജയ് ബംഗയാണ്. എന്താണ് ഈ വേൾഡ് ബാങ്കിന്റെ ലക്ഷ്യം? അജയ് ബംഗയാണ് നിലവിലെ പ്രസിഡന്റ്. എന്താണ് വേൾഡ് ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം? ആഗോള ദാരിദ്ര്യം തുടച്ചു നീക്കുക, സുസ്ഥിര വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ് വേൾഡ് ബാങ്കിന്റെ ലക്ഷ്യം. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി സാമ്പത്തിക സഹായവും സാങ്കേതിക ഉപദേശങ്ങളും നൽകുന്ന ഒരു പ്രമുഖ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനമാണ് 1944 ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം USA വാഷിംഗ്ടൺ DC ആണ്. നിലവിലെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ വ്യവസായിയായ ആരാണ്? അജയ് ബംഗയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്കറിയാലോ, അത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാണ്. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരം നമുക്കറിയാം, നമ്മുടെ സഞ്ജു സാംസൺ ആണ്. നിലവില് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ് ആര്? സഞ്ജു സാംസൺ. ഈ സഞ്ജു സാംസൺ ആണ് IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമാണ്. നോട്ട് ചെയ്യണം, ഇന്ത്യൻ താരമാണ് ആര്? സഞ്ജു സാംസൺ. അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പ്. ഒന്നാമത് ലോക യോഗാസന ചാമ്പ്യൻഷിപ്പാണ് ഫസ്റ്റ് വേൾഡ്
യോഗാസന ചാമ്പ്യൻഷിപ്പാണ് 2026 നടന്നത്. ഇന്ത്യ 102 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 114 മെഡലുകൾ നേടി ഒന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് ജപ്പാനും, മൂന്നാം സ്ഥാനത്ത് അർജന്റീനയുമാണ്. 2026 ജൂൺ 4 മുതൽ 8 വരെ ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഏക അരീനയിലാണ് ഈ ആഗോള കായിക മാമാങ്കം അരങ്ങേറിയത്. അപ്പോൾ ആദ്യത്തെ യോഗാസന ചാമ്പ്യൻഷിപ്പാണ്, വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പ്. ചരിത്രത്തിൽ ആദ്യമായി നടന്നതാണ്. ഫസ്റ്റ് വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026 നടന്നത് അഹമ്മദാബാദിലുള്ള, ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഏക അരീനയിലാണ്. ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 102 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 114 മെഡലുകളാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. രണ്ടാം സ്ഥാനത്ത് ജപ്പാനും, മൂന്നാം സ്ഥാനത്ത് അർജന്റീനയുമാണ്. ജൂൺ 4 മുതൽ 8 വരെയായിരുന്നു നടന്നത്. ഓക്കെ അല്ലേ? വേദി എവിടെയാണ്? അഹമ്മദാബാദ്. ഔദ്യോഗിക ചിഹ്നം അഥവാ മസ്കട്ട് എന്ന് പറയുന്നത് വീർ ദി ലയനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വീർ ദി ലയനാണ് വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026 ഔദ്യോഗിക ചിഹ്നം അഥവാ മസ്കട്ട് വീർ ദി ലയൻ. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള 79 രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം കായിക താരങ്ങളാണ് ആദ്യത്തെ വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഒക്കെയാണല്ലോ. ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ, രണ്ടാം സ്ഥാനം ജപ്പാൻ, മൂന്നാം സ്ഥാനം അർജന്റീന, നാലാം സ്ഥാനം സിംഗപ്പൂർ, അഞ്ചാം സ്ഥാനം നേപ്പാൾ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. കേരള മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം വി ഡി സതീശന്റെ പുതിയ സെക്രട്ടറിയായി നിയമിതനായ IAS ഉദ്യോഗസ്ഥനാണ് രത്തൻ യു കേൽക്കർ ആണ്. രത്തൻ യു കേൽക്കർ ആണ് കേരള മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് രത്തൻ യു കേൽക്കർ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഓപ്പറേഷൻ തൂഫാനും അത് ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട്, ഓപ്പറേഷൻ തണ്ടറൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഡേറ്റ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ജൂൺ 26 ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. 2026 ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള മയക്കുമരുന്ന് വിപത്ത്, നിലവിലെ പ്രശ്നങ്ങൾ, പുതിയ വെല്ലുവിളികൾ, നൂതന പ്രതിരോധ മാർഗങ്ങൾ എന്നിവയാണ് 2026 അന്താരാഷ്ട്ര ലഹരി ദിനത്തിന്റെ പ്രമേയം. ഒരിക്കൽ കൂടി, ആഗോള മയക്കുമരുന്ന് വിപത്ത്, നിലവിലെ പ്രശ്നങ്ങൾ, പുതിയ വെല്ലുവിളികൾ, നൂതന പ്രതിരോധ മാർഗങ്ങൾ. വേൾഡ് ഡ്രഗ് പ്രോബ്ലം, പെർസിസ്റ്റിംഗ് ഇഷ്യൂസ്, നോ ചാലഞ്ചസ്, ഇന്നോവേറ്റിംഗ് റെസ്പോൺസസ്. ഓക്കെ അല്ലേ? നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് പോയാലോ? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടാവും മേഘാലയയിലെ കസിഗാരോ കുന്നുകളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം മേഘാലയയിലെ കാസിഗാരോ കുന്നുകളെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജിയോഗ്രഫിയിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ കാസിഗാരോ കുന്നുകളുടെ പ്രത്യേകത? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് മേഘാലയ എന്ന് പറയുന്നത് അല്ലേ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗോത്ര വിഭാഗങ്ങളുണ്ട്, കാസിയും ഗാരോ. ഈ ഗോത്രങ്ങൾ താമസിക്കുന്ന കുന്നിൻ പ്രദേശങ്ങളാണ് യഥാക്രമം ഖാസി കുന്നുകളെന്നും ഗാരോ കുന്നുകളെന്നും അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ കറണ്ട് അഫയേഴ്സിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത, ഇംഗ്ലീഷിനൊപ്പം മേഘാലയയുടെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിക്കപ്പെട്ട ഭാഷകൾ ഖാസിയും ഗാരോയുമാണ്. ഓർത്തിരിക്കണം, ഖാസിയും ഗാരോയുമാണ്. നമുക്കറിയാം മേഘാലയയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് ഖാസി ഗോത്രം എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ മധ്യകിഴക്കൻ ഭാഗങ്ങളിലാണ് ഈ ഖാസി ഗോത്രം പ്രധാനമായും താമസിക്കുന്നത്. ഇവർ സംസാരിക്കുന്നത് ഖാസി ഭാഷയാണ് അല്ലെ. ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് ഖാസി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഇന്നുള്ളതിൽ വെച്ച് വളരെ അപൂർവമായ മാതൃദായ ക്രമം പിന്തുടരുന്ന സമൂഹമാണ് ഖാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മാതൃദായ ക്രമം? അതായത് കുടുംബത്തിലെ സ്വത്തുക്കൾ അമ്മയിൽ നിന്ന് മക്കൾക്കാണ് ലഭിക്കുന്നത്. സാധാരണയായി ഏറ്റവും ഇളയ മക്കൾക്കാണ് കുടുംബ സ്വത്തിന്റെ അവകാശം ലഭിക്കുക. കുട്ടികൾ അമ്മയുടെ കുടുംബ പേരാണ് ഈ മാതൃദായ ക്രമത്തിൽ, ഖാസി മാതൃദായ ക്രമത്തിൽ ഉപയോഗിക്കുന്നത്. ഈ ഗാരോ ഗോത്രം നിങ്ങൾക്കറിയാം മേഘാലയയിലെ 2ാമത്തെ വലിയ ഗോത്ര വിഭാഗമാണ് ഗാരോ ഗോത്രം.
ഇവർ മേഘാലയയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗാരോ കുന്നുകൾ താമസിക്കുന്നു. ഇത് കൂടാതെ ഇവർ അസം, ബംഗ്ലാദേശ് അതിർത്തികളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇവർ സ്വയം അച്ചിക് അല്ലെങ്കിൽ മാന്തേ എന്നാണ് ഇവർ ഈ ഗാരോ ഗോത്രത്തിലുള്ളവർ വിളിക്കുന്നത്. ഇവരുടെ ഭാഷ നിങ്ങൾക്കറിയാം ടിബറ്റോ ബർമൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ്. ഒക്കെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മേഘാലയയിലെ പീഠഭൂമിയായ ഖാരി ഗാസോ ജേന്തിയ കുന്നിൻ നിരകൾ ഭൂമിശാസ്ത്രപരമായി വളരെ പ്രശസ്തമാണെന്നറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളായ ചിറാപുഞ്ചി, മൗസിൻഡ്രാം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഖാസി കുന്നുകളിലാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷിനൊപ്പം മേഘാലയയുടെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിക്കപ്പെട്ട ഭാഷകളാണ് ഖാസിയും ഗാരോയും. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് പോവുകയാണ്. എന്താണ്? കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് ഉള്ളൂരാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇതിൻ്റെ സ്ഥാപകൻ ശിവരാമനാണ് അതിൻ്റെ സ്ഥാപകൻ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് 2026 ആര് രാജിവെച്ചു എന്നറിയാം. റസൂൽ പൂക്കുട്ടിയായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ഓക്കെ, അപ്പോൾ പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അത് ആരായിരിക്കുമെന്ന് ഉടനെ അറിയാനായിട്ട് പറ്റും. ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ബ്ലസ്സിയെയും ജോയ് മാത്യുവിനെയും സത്യനന്ദിക്കാടിൻ്റെ പേരുകളൊക്കെ സജീവ ചർച്ചയിലാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. KV അതുല്യ മലയാളിയാണ്. ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിലൊന്നായി കൊമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് KV അതുല്യ. കൊമേഴ്സ്യൽ ഡ്രൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളൊന്നാണിത്. അടുത്തത് നമ്മൾ 2026 G20 ഉച്ചകോടിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. 2026 G20 ഉച്ചകോടി US മിയാമിയിലാണ് നടക്കുന്നത്. 2026 G20 ഉച്ചകോടി. അപ്പോൾ 2026 G20 സബ്മിറ്റ് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള മിയാമിയിലാണ് നടക്കുന്നത്. 21ാമത് G20 ഉച്ചകോടിയാണ്. ഈ 21ാമത് G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അതിനകത്തെ ആതിഥേയൻ. അതുപോലെ തന്നെ 2026 ഡിസംബർ 14-15 തീയതികളിലാണ് നടക്കുന്നത്. മിയാമിയിലുള്ള ട്രംപ് നാഷണൽ ഡോറൽ റിസോർട്ടിലാണ്. അധ്യക്ഷനാരാണ്? അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പോൾ 2026 G20 ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: 1 സാമ്പത്തിക വളർച്ച, 2 ഊർജ്ജ സുരക്ഷ, 3 സാങ്കേതിക മുന്നേറ്റം. ഓക്കെ, നമുക്കറിയാം 19 പ്രമുഖ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? G20 ഉച്ചകോടിയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആഗോള നേതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസംബറിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ ക്ഷണിതാക്കളായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. നെതർലാൻഡ്സ്, സിംഗപ്പൂർ, യുണൈറ്റഡ് അറബ് എമിറേഷൻ, സ്പെയിൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. ഓക്കെ അല്ലേ? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. 2026 ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ നടനാണ് രൺബീർ കപൂർ ആണ്. രൺബീർ കപൂർ 2026 ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ നടനാണ് രൺബീർ കപൂർ. നമ്മുടെ കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതിയുണ്ട് K-Phone. നിങ്ങൾക്കറിയാം, ഈ K-Phoneന് ISO അംഗീകാരം ലഭിച്ചു. അപ്പോൾ ISO അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതി നിങ്ങൾക്കറിയാം K-Phone ആണ്. അടുത്തത് നമ്മുടെ ലിപുലേഖ് ചുരത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ലിപുലേഖ് ചുരത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇന്ത്യയുമായി തർക്കം നിലനിൽക്കുന്ന അയൽരാജ്യം നേപ്പാളാണെന്ന് നിങ്ങൾക്കറിയാം. ലിപുലേഖ് ചുരത്തിന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചുള്ള തർക്കമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയത് സിക്കിമാണ്. സിക്കിമിലെ ജുഡീഷ്യറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറിയായി മാറിയത്. എവിടത്തെയാണ്? സിക്കിം. നിങ്ങൾ മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1 നൂറ്റാണ്ടിന് ശേഷം
ഏഷ്യൻ കാട്ടുപോത്തിനെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയ ഉദ്യാനമാണ് മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്ക്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാടും. കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയത് ഈ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സിക്കിമും. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ് എഴുതേണ്ടത്. ഇനി അടുത്തത്, ഒരു ഓപ്പൺ മ്യൂസിയം നിലവിൽ വരുന്ന ലക്കുണ്ടി ഗ്രാമം. എവിടെയാണ് ഈ ലക്കുണ്ടി ഗ്രാമം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയം തുറന്ന മ്യൂസിയം നിലവിൽ വരുന്ന കർണാടകത്തിലെ ഗ്രാമമാണ് ലക്കുണ്ടി ഗ്രാമം. എവിടത്തെയാണ്? കർണാടകത്തിലെ ഗ്രാമം. ഇനി നമുക്ക് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിൽ ജൈവ തന്മാത്രകൾ കണ്ടെത്തി. ആ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയ ഗർത്തം ഏത് പേരിൽ അറിയപ്പെടും? ഗെയിൽ ഗർത്തം എന്നാണ്. ക്യൂരിയോസിറ്റി റോവർ നാസയുടേതാണ്. അത് ചൊവ്വയിൽ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയ ഗർത്തമാണ്. ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിൽ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയ ഗർത്തമാണ് ഇത്, ഗെയിൽ ഗർത്തം. ഇനി നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിന്റെ പേര് ജീവൻ എന്നാണ്. മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളും അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജീവൻ. ജീവൻ എന്ന് പറയുന്ന അത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളും അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് ജീവൻ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിലവിലത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആരാണ്? കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ. മധ്യപ്രദേശിലെ ടിക്കാങ്കറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ എംപിയാണ് ഡോക്ടർ വീരേന്ദ്ര കുമാർ. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. നാസ 2032 ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരം താവളം പണിയാൻ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ നാസ ഒരു ബഹിരാകാശ സ്ഥാപനമാണ്, നിങ്ങൾക്കറിയാം. 2032 ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരം താവളം പണിയാനായിട്ട് ലക്ഷ്യമിടുന്നത്. അടുത്തതൊരു പാർക്കിനെ കുറിച്ചാണ്. ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് തെലങ്കാനയിലാണ്. 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് സംസ്ഥാനത്താണ് PM മിത്ര പാർക്ക് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയിലാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ജെറോമിക് ജോർജ്. ദിവ്യ S അയ്യറിന് പകരം ചാർജ് എടുത്ത വ്യക്തിയാണ് ആര്? ജെറോമിക് ജോർജ് ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ദിവ്യ S അയ്യർ അല്ല, ജെറോമിക് ജോർജ് ആണ്. അത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തില് അഭിഭാഷകരിൽ നിന്നും സുപ്രീം കോടതി ബെഞ്ചിലേക്ക് നേരിട്ട് സ്ഥാനം കയറ്റം ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് ജസ്റ്റിസ് വെങ്കിട സുബ്രഹ്മണ്യ മോഹന. ആദ്യ വനിത ജസ്റ്റിസ് സിന്ധു മൽഹോത്രയാണ്. രണ്ടുപേരുടെ പേരും അറിഞ്ഞിരിക്കണം അല്ലെ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ അഭിഭാഷകരിൽ നിന്നും സുപ്രീം കോടതി ബെഞ്ചിലേക്ക് നേരിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് ജസ്റ്റിസ് വെങ്കട സുബ്രഹ്മണ്യ മോഹന. ആദ്യ വനിത ജസ്റ്റിസ് സിന്ധു മൽഹോത്രയായിരുന്നു. അടുത്തത് നമുക്കറിയാം, ഇന്നലെയായിട്ടൊക്കെ ഡൽഹിയിലൊക്കെ വളരെയധികം പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അല്ലെ? അതിന്റെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആണെന്നറിയാം. അഭിജിത് ദീപ്കെ ആണ് അല്ലെ? തൊഴിലില്ലാത്ത യുവാക്കളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെയുള്ള പ്രതിഷേധമായി സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ട പുതിയ പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതിപ്പോൾ ഇന്ന് തെരുവിലേക്ക് അവരുടെ പ്രതിഷേധമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും അതുപോലെ തന്നെ മറ്റെന്താണ് നമുക്കറിയാം +2 അല്ലെ CBSE +2 ഇവാലുവേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ പെട്ടതാണ്.
അപ്പോൾ ഇതെല്ലാം ആരോപിച്ചുകൊണ്ട് ഈ വിവാദങ്ങൾ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ആരോപണമല്ല, നടന്ന കാര്യങ്ങളാണ്. കുറേയധികം 10-12 വിദ്യാർത്ഥികളൊക്കെ ഇതിന്റെ പേരിൽ ആത്മഹത്യയൊക്കെ ചെയ്തതാണ്. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്ഖയാണ് തൊഴിലില്ലാത്ത യുവാക്കളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെയുള്ള പ്രതിഷേധമായ സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ട പുതിയ പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഓക്കെ, അടുത്ത ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം, അതായത് KG മുതൽ PG വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം ഒഡീഷയാണ്. KG മുതൽ PG വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം. ഇനി നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ത്യ പോസ്റ്റ് എന്ത് ചെയ്തു? രാജ്യത്ത് ആദ്യമായി ഡ്രോൺ അധിഷ്ഠിത മെയിൽ അല്ലെങ്കിൽ പാഴ്സൽ സേവനങ്ങൾക്ക് തുടക്കമിട്ടു. ഡ്രോൺ അധിഷ്ഠിതമായിട്ടുള്ള പാഴ്സൽ സേവനം അല്ലെങ്കിൽ മെയിൽ സേവനങ്ങൾക്ക് തുടക്കമിട്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്. ഓർത്തിരിക്കണം, ഡ്രോൺ അധിഷ്ഠിത പാഴ്സൽ സംവിധാനമാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ആണെന്ന് നിങ്ങൾക്കറിയാം. അടുത്തത് 70ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടന്നു. ആ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ജേതാക്കളായ ജില്ല പാലക്കാടാണ്. 70ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് ഏത് ജില്ലയാണ്? പാലക്കാട്. അപ്പോൾ 2026 ജൂൺ 5-6 തീയതികളിൽ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന 70ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ജേതാക്കളായ ജില്ലയാണ് ഏത്? പാലക്കാട്. കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷനാണ് ഈ കായികമേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ജൂൺ 5-6 തീയതികൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലായിരുന്നു നടന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആയത് ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ഒരു പദ്ധതിയിലേക്ക് പോകുകയാണ്. അതിന് തൊട്ടു മുമ്പ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 2026 കോമൺവെൽത്ത് ഗെയിംസ്. ഈ 2026 കോമൺവെൽത്ത് ഗെയിംസ് എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ഫാക്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ്, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും സ്പോർട്സ് വിഭാഗത്തിൽ. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? രോഹിത് രാജ്പാൽ ആണ്. അപ്പോൾ 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്നത്. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്ന് 21ആയി. മറ്റന്നാൾ ജൂലൈ 23 മുതൽ 2026 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇത് എക്സാമിന് ചോദിക്കും. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, എവിടെയാണ് നടക്കുന്നത്? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം കായിക താരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ ഔദ്യോഗിക ചിഹ്നം അറിഞ്ഞിരിക്കണം. മസ്കട്ട് ഏതാണ്? ഫിന്നി എന്ന യൂണിക്കോൺ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന വേദികൾ സ്കോട്ട്സ്റ്റൺ സ്റ്റേഡിയം, ടോൾ ക്രോസ് ഇന്റർനാഷണൽ സ്വിമ്മിംഗ് സെന്റർ ഉൾപ്പെടെ 4 പ്രധാന വേദികളാണ്. നമ്മുടെ DD സ്പോർട്സും സോണി ലിവ് ചാനലൊക്കെ ഇതിന്റെ സംരക്ഷണ അവകാശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില കായിക ഇനങ്ങൾ ഈ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് ഒഴിവാക്കിപ്പെട്ടിട്ടുണ്ട്. നിലവില് ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒഴിവാക്കിയത് ഹോക്കി, ബാഡ്മിന്റൺ, ഗുസ്തി, ടേബിൾ ടെന്നീസ്, ക്രിക്കറ്റ്, സ്ക്വാഷ് ഒക്കെ എന്ത് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ 10 ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്ലറ്റിക്സ്, നീന്തൽ, ആർട്ടിക്സ്, ജിംനാസ്റ്റിക്സ്, അങ്ങനെ പുതിയ 10 ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെയാണല്ലോ. അപ്പോൾ കോമൺവെൽത്ത് 2026 ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ്. ഓക്കെ അല്ലേ? 23ാമതാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളൊരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലേക്കാണ് പോകുന്നത്. ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി
ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കടലിനടിയിലൂടെ റെയിൽവേ തുരങ്കം നിർമ്മിക്കുന്നത് മഹാരാഷ്ട്രയിലെ വിക്രോളിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്രയിലെ വിക്രോളിയിലാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ആദ്യമായി കടലിനടിയിലൂടെയുള്ള റെയിൽവേ തുരങ്കം നിർമ്മിക്കുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ വിക്രോളി. അടുത്ത ഒരു സന്നദ്ധ സംഘടനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സന്നദ്ധ സംഘടന പ്രജ്വല എന്നാണ്. ഇന്ത്യയിലെ മനുഷ്യക്കടത്തിനും ലൈംഗിക ചൂഷണത്തിനുമെതിരെ സുപ്രീം കോടതിയിൽ 22 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തി ചരിത്രവിധി സമ്പാദിച്ച സന്നദ്ധ സംഘടനയാണ് ഇത് പ്രജ്വല. ഈ പ്രജ്വല എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപക സുനിത കൃഷ്ണയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ആദ്യ ട്രില്യണറായി മാറിയത് ആരാണ്? ഇലോൺ മസ്ക് ആണെന്ന് അറിയാം. എത്രത്തോളം സമ്പാദ്യമുണ്ട്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. സോമനാഥ് ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു? 75 രൂപയുടെ നാണയമൊക്കെ പുറത്തിറങ്ങി. അറിഞ്ഞിരിക്കണം, എവിടെയാണ് ഈ സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സോമനാഥ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, ഗുജറാത്തിലെ പ്രഭാസ് ബദൽ, അതായത് വെരാവൽ, ഒരു ട്രെയിൻ കേട്ടില്ല, വെരാവൽ എക്സ്പ്രസ് കേട്ടിട്ടില്ലേ? വെരാവൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് സോമനാഥ ക്ഷേത്രം. ഓക്കെ, നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. കേരള സർക്കാർ IT വകുപ്പിന്, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് പുതിയ പേരൊക്കെ നൽകി എക്സാമിന് ചോദിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്നാണ് കേരള ടെക് എന്നും അറിയപ്പെടും. കേരള ടെക് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ്. ഒരിക്കൽ കൂടി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ്. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2025 മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മേജർ അഭിലാഷ് ബാരകാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2025 മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മേജർ അഭിലാഷ് ബാരക്. ഇനി അതുപോലെ തന്നെ ന്യൂഗ്ലൻ എന്ന് പറയുന്നൊരു റോക്കറ്റാണ് ഇന്ത്യയുടെ വിക്ഷേപണ തറയിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. ബ്ലൂ ഒറിജിൻ്റെ റോക്കറ്റാണ് ഇത് ന്യൂഗ്ലൻ എന്ന് പറയുന്നത്. അതും കൂടി അറിഞ്ഞിരിക്കണം സന്ദർഭവശാൽ. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അഗ്നി 5. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2026 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV ശേഷിയുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. എന്താണ് അഗ്നി 5ന്റെ പ്രത്യേകത? എന്താണ്? 2026 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു MIRV ശേഷിയുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? എക്സാമിന് ചോദിക്കാം. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. അതായത് അഗ്നി 5 എന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഏറ്റവും അത്യാധുനികമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്, ICBM ആണ്. ഏത്? അഗ്നി 5. നമ്മുടെ DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. 5000 കിലോമീറ്ററിന് മുകളിലാണ് ഇതിന്റെ പ്രഹര പരിധി എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഏഷ്യ മുഴുവനായും യൂറോപ്പിന്റെയും അതുപോലെ തന്നെ ആഫ്രിക്കയുടെയും ചില ഭാഗങ്ങളിലും കൃത്യമായി പതിക്കാനുള്ള ശേഷിയുണ്ട്. നമ്മളിവിടെ പറഞ്ഞു MIRV. അപ്പോൾ MIRV ഒരു സാങ്കേതിക വിദ്യയാണ്, ഒരു ടെക്നോളജിയാണ്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. എന്താണ്? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ, MIRV സാങ്കേതിക വിദ്യയാണ് ഈ അഗ്നി 5ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ MIRV സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് ഒരൊറ്റ മിസൈൽ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ മിസൈലില്ല, ഒന്നിലധികം ആണവായുധങ്ങൾ ഘടിപ്പിക്കാനും അതുപോലെ തന്നെ അവയ്ക്ക് ഒരേ സമയം വ്യത്യസ്ത ദിക്കുകളിലേക്ക്, ഒന്നിലധികം ദിക്കുകളിലേക്ക് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാനൊക്കെ കഴിയുന്നതാണ് MIRV സാങ്കേതിക വിദ്യ. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ് അഗ്നി 5 ഉപയോഗിച്ചിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 24 മടങ്ങ് വേഗതയിലാണ് ഈ അഗ്നി 5 സഞ്ചരിക്കുന്നത്. ഓക്കെയാണല്ലോ. അതുപോലെ തന്നെ 1500 കിലോഗ്രാം വരെയുള്ള ആണവായുധങ്ങളൊക്കെ വഹിക്കാനായിട്ട് സാധ്യമാകും. അപ്പോൾ ഇതിന് അഗ്നി 5 ഒരു ആഗോള പദവിയുണ്ട്.
അതുകൂടി അറിഞ്ഞിരിക്കണം. എന്ത് പദവിയാണ്? അഗ്നി 5 മിസൈലിന്റെ വിജയത്തോടെ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന ലോകത്തിലെ 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 6ാമത്തെ രാജ്യം എന്ന പദവിയാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അഗ്നി 5ന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കില്ല. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന MIRV ആണ്. ഇതിനെ മിഷൻ ദിവ്യാസ്ത്ര എന്നും അറിയപ്പെടാറുണ്ട്. എന്താണ്? മിഷൻ ദിവ്യാസ്ത്ര എന്ന് ഇതിനെ അറിയപ്പെടാറുണ്ട്. MIRV ശേഷിയുള്ള അഗ്നി 5 മിസൈലുകളുടെ പരീക്ഷണം അറിയപ്പെടുന്നതാണ് എന്ത്? മിഷൻ ദിവ്യാസ്ത്ര. അതും കൂടി അറിഞ്ഞിരിക്കണം. അടുത്ത 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടി നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടവും കരസ്ഥമാക്കിയത് ആരായിരുന്നു? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് അല്ലേ? ഈ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രജത് പട്ടീദാർ ആണ്. 2025 ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനായിരുന്നു IPL കിരീടം. തുടർച്ചയായി 2 തവണ കിരീടം നേടി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. വിരാട് കോഹ്ലി നിങ്ങൾ എഴുതി വെക്കല്ല. രജത് പട്ടീദാർ ആയിരുന്നു 2 തവണയും ക്യാപ്റ്റൻ. അടുത്തത് നമ്മൾ 2026 ഏഷ്യൻ പാരാ ഗെയിംസ്. ഏഷ്യൻ പാരാ ഗെയിംസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം മാസ്കട്ട് എന്ന് പറയുന്നത് ഉസുമിൻ ആണ്. ഉസുമിൻ. അപ്പോൾ 2026 ഏഷ്യൻ പാരാ ഗെയിംസ് 5ാമത് ഏഷ്യൻ പാരാ ഗെയിംസ് ആണല്ലോ. ഓർത്തിരിക്കണം, ജപ്പാനിലെ ഐച്ചി പ്രവിശ്യയിലാണ്. ഐച്ചി പ്രവിശ്യയിലും അതിന്റെ തലസ്ഥാനമായ നഗോയിലുമായിട്ടാണ് 2026 ഒക്ടോബർ 18 മുതൽ ഒക്ടോബർ 24 വരെ ഏഷ്യൻ പാരാ ഗെയിംസ് നടക്കുന്നത്. ജപ്പാനിലെ ഐച്ചി നഗോയിലാണ്. ഓർത്തിരിക്കണം, 2026 ഒക്ടോബർ 18 മുതൽ ഒക്ടോബർ 24 വരെയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് നഗോയ നഗരം എന്ത് ചെയ്യുന്നത്? പാരാ ഗെയിംസിന് വേദിയാകുന്നത്, ആദ്യത്വം വഹിക്കുന്നത് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2026 ഒക്ടോബർ 18 മുതൽ ഒക്ടോബർ 24 വരെയാണ് എത്രാമത് ഏഷ്യൻ ഗെയിംസ്? 5ാമത് ഏഷ്യൻ പാരാ ഗെയിംസ് ആണ്. പാരാ ഗെയിംസ് ഒക്ടോബർ 18 മുതൽ ഒക്ടോബർ 24 വരെ നഗോയ, ഐച്ചി പ്രവിശ്യ, ജപ്പാൻ. ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്ന ഉസുമിനാണ്. ആപ്തവാക്യം, അതിന്റെ സ്ലോഗൻ എന്ന് പറയുന്ന പാരാ ഗെയിംസിന്റെ 2026 പാരാ ഗെയിംസിന്റെ സ്ലോഗൻ ഇമാജിൻ വൺ ഹാർട്ട് എന്നുള്ളതാണ്. ആപ്തവാക്യം 45 ഏഷ്യൻ നാഷണൽ പാരാലിമ്പിക് കമ്മിറ്റികളിൽ നിന്നായി 3600 മുതൽ 4000 വരെ കായിക താരങ്ങള് പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. 2026 മെയിൽ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയ പ്രമുഖ വനിതാ താരമാണ് വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറേയധികം വസ്തുതകൾ അറിയാം. അടുത്തത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ CBI ഡയറക്ടറാണ്. എക്സാമിന് ചോദിക്കും. പ്രവീൺ സൂദാണ് CBI ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ്? പ്രവീൺ സൂദ്. അടുത്തത് 2026 പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജരായ മാധ്യമ പ്രവർത്തകരെ അറിഞ്ഞിരിക്കണം. പുലിസ്റ്റർ പുരസ്കാരം 2026 2 ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് ലഭിച്ചു. ആർക്കൊക്കെയാണ്? സുപർണ ശർമ്മയ്ക്കും ആനന്ദ് ആർക്കയ്ക്കുമാണ് 2026 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ. 2026 മെയ് 4 പുലിസ്റ്റർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഇത്തവണ പുരസ്കാരങ്ങളിൽ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരായ ആനന്ദ് ആർക്കെ, സുപർണ ശർമ്മ എന്നിവർ ബ്ലൂംബെർഗിലെ നതാലി ഒബിക്കോ പിയേഴ്സിനൊപ്പം ഇലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുരസ്കാരം നേടി നമ്മുടെ രാജ്യത്തിന് അഭിമാനമാവുകയായിരുന്നു ചെയ്തത്. ആരോടൊപ്പമാണ്? ബ്ലൂംബെർഗിലെ നതാലി ഒബിക്കോ പിയേഴ്സിനോടൊപ്പമാണ് സുപർണ ശർമ്മയും ആനന്ദ് ആർക്കെയും. ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരായ അവർ ഇലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയത്. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചുള്ള, അതായത് നമുക്കറിയാം ട്രാപ്ഡ് അറസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഡിജിറ്റൽ അറസ്റ്റ് എന്ന അന്വേഷണാത്മക ഗ്രാഫിക് പ്രോജക്റ്റിനാണ് ഇവർക്ക് സുപർണ ശർമ്മയ്ക്കും ആനന്ദ് ആർക്കെയ്ക്കും
ബ്ലൂംബർഗിസിലെ നദാലിയോ ബിക PS ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. ഇനി ഈ പുലിസ്റ്റർ പുരസ്കാരം 2026 മറ്റു പുരസ്കാരങ്ങൾ അറിഞ്ഞിരിക്കുന്ന എക്സാമിന് ചോദിക്കാം. ഫിക്ഷൻ വിഭാഗത്തിൽ നമുക്ക് സംഗീതം അതുപോലെ തന്നെ നാടകം പുസ്തകത്തിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഫിക്ഷൻ വിഭാഗത്തിൽ ഡാനിയൽ ക്രൂസിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഏഞ്ചൽ ഡൗൺ എന്ന പുസ്തകത്തിനാണ്, ഏഞ്ചൽ ഡൗൺ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ ഹിസ്റ്ററിക്ക് ജിൽ ലെപോർട്ട് പുസ്തകത്തിനാണ് വി ദ പീപ്പിൾ എ ഹിസ്റ്ററി ഓഫ് ദ US കോൺസ്റ്റിറ്റ്യൂഷൻ ജിൽ ലബോറിനാണ് ലഭിച്ചത്. ആർക്കാണ്? ജിൽ ലബോറിന്. ചരിത്രപരമായ പുസ്തകമായ വി ദ പീപ്പിൾ എ ഹിസ്റ്ററി ഓഫ് ദ US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പുസ്തകത്തിനാണ്, ചരിത്ര രചനയ്ക്കാണ് ജിൽ ലബോറിന് പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ആത്മകഥയ്ക്ക് യുയുൻ ലിയുടെ പുസ്തകം തിങ്സ് ഇൻ നേച്ചർ മെർലി ഗ്രോയ്ക്കാണ് യുയുൻ ലിക്ക് ആത്മകഥയുടെ വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. നാടകത്തിൽ ലഭിച്ചത് വെസ് ബോളിനാണ്. വെസ് ബോളിന്റെ ലിബറേഷൻ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ജനറൽ നോൺ ഫിക്ഷൻ ബ്രയൻ ഗോൾഡ്സ്റ്റോൺ ആണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ദെർ ഈസ് നോ പ്ലേസ് ഫോർ എസ് വോക്കിംഗ് ആൻഡ് ഹോംലെസ് ഇൻ അമേരിക്ക എന്ന പുസ്തകത്തിനാണ് ജനറൽ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ ബ്രയൻ ഗോൾഡ്സ്റ്റോണിന് ലഭിച്ചത്. അതുപോലെ തന്നെ കവിതാ വിഭാഗത്തിൽ ജുലിയാന സ്പാർ കൃതി ആസ് പൊയറ്റിക്കാസിനാണ്. ആസ് പൊയറ്റിക്കാസ് എന്ന് പറയുന്ന കൃതിക്കാണ് ജുലിയാന സ്പാറിന് ലഭിച്ചത്. സംഗീതത്തിലെ ഗബ്രിയേല ലെന ഫ്രാങ്കിനാണ് കൃതി പിക്കാഫ്ലോർ എ ഫ്യൂച്ചർ മിത്ത് എന്നുള്ള കൃതിക്കാണ് ഗബ്രിയേല ഫ്രാങ്കിന് എന്ത് ലഭിച്ചത്? സംഗീതത്തിന് പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. ഇനി പത്രപ്രവർത്തന മേഖലയിൽ മെയിനായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ ദ മിനിസോട്ട സ്റ്റാർ ട്രിബ്യൂണൽ സ്റ്റാഫിനാണ്. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിങ്ങിൽ ദ ന്യൂയോർക്ക് ടൈംസ് സ്റ്റാഫിനൊക്കെയാണ് ലഭിച്ചത്. അപ്പോൾ പുലിസ്റ്റർ പുരസ്കാരം 2026 കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ 2026 വനിതാ സൂപ്പർ ലീഗ് കിരീടം നേടിയത് വിമൻ സൂപ്പർ ലീഗ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് 2026 വനിതാ സൂപ്പർ ലീഗ് കിരീടം കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞത്. അടുത്തത് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ കമ്മീഷൻ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയണം. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിശോധിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷനാണ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. അടുത്തത് ഹാറ്റ്സ് എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് പദ്ധതിയെ കുറിച്ചാണ്. എന്താണ് ഹാറ്റ്സ്? ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാറ്റ്സ് എന്ന് പറയുന്നത്. ആരുടെയാണ്? കേരള പോലീസിന്റെ കൗൺസിലിംഗ് പദ്ധതിയാണ്. ഇത് ഹാറ്റ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ആ പദ്ധതി? ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹാറ്റ്സ്. അടുത്തത് ഒരു ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ. ആ ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്തു? പ്രവർത്തനം ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചു. ask.com നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. 30 വർഷത്തെ സേവനത്തിനൊടുവിൽ 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനാണ് ask.com എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ആപ്പിനെ കുറിച്ചാണ്. NCERT പുറത്തിറക്കിയ ഒരു ഡിജിറ്റൽ ആപ്പിനെ കുറിച്ചാണ്. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായി NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പാണ് ഈ ജാദുയാ പിതാര എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഡിജിറ്റൽ ആപ്പാണ്. NCERT പുറത്തിറക്കിയ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കാനും മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായിട്ട് NCERT പുറത്തിറക്കിയ ഡിജിറ്റൽ ആപ്പാണ് ഈ ജാദുയി പിതാര. അടുത്തത് 2026 ജൂണിൽ
ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് നിങ്ങൾക്കറിയാം. തുഷാർ മേത്ത എന്ത് ചെയ്തു? ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും തെരഞ്ഞെടുത്തു. എക്സാമിന് സോളിസിറ്റർ ജനറലിനെ കുറിച്ച് ചോദിക്കും. തുഷാർ മേത്തയാണ് 2026 ജൂൺ ഇന്ത്യയിൽ സോളിസിറ്റർ ജനറലായി വീണ്ടും തെരഞ്ഞെടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പല പല ക്ലാസ്സുകളിലായി 2026 ജൂൺ മാസത്തെ ആനുകാലിക വിവരങ്ങളാണ് ഇതുവരെ പങ്കുവച്ച്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2026 ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അതുപോലെ തന്നെ 2026 ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. റിസൾട്ട് ഉണ്ടാവും. ബൈ, ടേക്ക് കെയർ.